ഞാൻ ചക്ക കഴിക്കാനായിട്ട് പോവാണേ. നല്ല ചൂട് ചക്ക വേവിച്ചത്. എനിക്ക് ചക്ക വേവിച്ചതിൻ്റെ കൂടെ കൂട്ടാനായിട്ടിഷ്ടം മീനല്ല, എനിക്കിഷ്ടം കടുമാങ്ങയാണ്. ഈ കടുമാങ്ങ നിങ്ങൾക്കറിയാം, എൻ്റെ തട്ടിക്കൂട്ട് കടുമാങ്ങ. ഞാൻ കുറച്ച് ദിവസം മുമ്പിട്ട തട്ടിക്കൂട്ട് കടുമാങ്ങയാണുള്ളത്. പിന്നെ എനിക്ക് ഒഴിക്കാനിഷ്ടം, ഒന്നിൽ എനിക്ക് മോരുകറിയാണിഷ്ടം. മോരുകറി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചക്ക തിന്നാനായിട്ട് പച്ചമോര് ഇഷ്ടമാണ്. പച്ചമോരും കടുമാങ്ങയും കൂടെ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. ആ പുളിയും ചക്കയുടെയും കാന്താരിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റും, പിന്നെ കടുമാങ്ങയുടെ ആ രുചി, അതെല്ലാം കൂടെ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ടാകും കേട്ടോ. പലർക്കും ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. പക്ഷേ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്തോളൂ, പൊളി കോമ്പിനേഷനാണ്. പിന്നെ കിളിമീൻ വറുത്തത്, ഇത്രയും കാര്യങ്ങളും വെച്ചിട്ട് ചക്ക കഴിക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഒരു തവണയെങ്കിലും മോരുകറിയും കടുമാങ്ങയും ചക്കയും കൂടെ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ പച്ചമോരും കടുമാങ്ങയും ചക്കയും കൂടെ ട്രൈ ചെയ്യണം. സൂപ്പറാണ്. ചക്ക വേവിക്കുമ്പോൾ എപ്പോഴും കാന്താരിയും കറിവേപ്പിലയൊക്കെ അധികമായിട്ട് ഇട്ടേക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. ഒരു രക്ഷയുമില്ല, പൊളി സാധനമാണേ. അപ്പോൾ ഇനിയൊരു കാഴ്ചയുമായി പിന്നെ വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.